ഹായ് നമസ്കാരം. എല്ലാവർക്കും വൊക്കാസ്പീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിഗ്രി മെയിൻസിൻ്റെ പുതിയ ബാച്ചുകളെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് നോക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വൊക്കാസ്പീഡിയയുടെ ഡിഗ്രി മെയിൻസ് കോഴ്സുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 4 ബാച്ചുകളാണ് ഈ വർഷം വൊക്കാസ്പീഡിയ ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ബാച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഫുൾ സിലബസ് ബാച്ചാണ്. രണ്ടാമത്തെ ബാച്ച് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫുൾ സിലബസ് ബാച്ച്. മൂന്നാമത്തത് ഒരു കോമൺ ഡിഗ്രി മെയിൻസ് ബാച്ചാണ്. നാലാമതായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ബാച്ച്. ഈ നാലാമത് പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ബാച്ച് സിലബസ് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യമേ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഫുൾ സിലബസ് ബാച്ചും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഫുൾ സിലബസ് ബാച്ചും കോമൺ ആയിട്ട് വരുന്ന ബാച്ചും ഈ 3 ബാച്ചുകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ശ്രദ്ധിക്കേണ്ടത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാച്ചുണ്ട്. ഇതിൽ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഫുൾ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. മൂന്നാമതുള്ളതാണ് കോമൺ ബാച്ച്. ഈ കോമൺ ബാച്ച് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SI, എക്സൈസ് ഇൻസ്പെക്ടർ, SBCID, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പോലെ 5ഓളം ഡിഗ്രി മെയിൻസിൻ്റെ പരീക്ഷകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 പരീക്ഷകൾക്കും കോമൺ ആയിട്ട് വരുന്ന കുറേ ടോപ്പിക്കുകളുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, IT, അങ്ങനെ കുറേ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളുണ്ട്. ഈ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾക്കെല്ലാം കൂടെ വേണ്ടിയിട്ടാണ് ഒരു കോമൺ ബാച്ച് നമ്മൾ ഇത്തവണ അനൗൺസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ബാച്ചിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്സ്, ഇതിന് രണ്ട് സെപ്പറേറ്റ് ബാച്ചായിട്ട് സിലബസ് അനൗൺസ് ചെയ്തതിന് ശേഷം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. എല്ലാവരും പൊതുവേ ചോദിക്കുന്ന ഒരു കോമൺ ഡൗട്ടാണ്, ഡിഗ്രി മെയിൻസിൻ്റെ ബാച്ച് ടെലഗ്രാം വഴിയാണോ കണ്ടക്ട് ചെയ്യുന്നത് അതോ ആപ്ലിക്കേഷൻ ത്രൂ ആണോ കണ്ടക്ട് ചെയ്യുന്നതെന്ന്. നമ്മളുടെ ഈ ഡിഗ്രി മെയിൻസിൻ്റെ ബാച്ചുകളെല്ലാം പൂർണ്ണമായിട്ടും കണ്ടക്ട് ചെയ്യുന്നത് ഏറ്റവും പുതിയ വൊക്കാസ്പീഡിയയുടെ ലേണിംഗ് ആപ്പ് വഴിയാണ്. ലേണിംഗ് ആപ്പിൻ്റെ വിശേഷങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. നമുക്ക് ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ iOSന് വേണ്ടിയിട്ട് ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ ലാപ്ടോപ്പിലോ PC-യിലോ ക്ലാസ്സുകൾ കാണുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെബ് ആപ്പും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഡിഗ്രി മെയിൻസിൻ്റെ ബാച്ചുകൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച്, കോമൺ ബാച്ച്, ഇവ രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 21-നാണ്. മെയ് 25-നാണ് UAയുടെ ബാച്ച്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൊക്കാസ്പീഡിയയുടെ ആപ്ലിക്കേഷനിൽ ത്രൂ നിങ്ങൾ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ റെക്കോർഡഡ് ക്ലാസ്സുകൾ വിതറിയിട്ട് ആ രീതിയിലല്ല നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് തരുന്നത്. നമ്മളൊരു ഡെയിലി ടൈം ടേബിൾ പ്ലാനിനനുസരിച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റേതായാലും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റേതായാലും കോമൺ ഡിഗ്രി ബാച്ച് ആയാലും നമുക്കൊരു വീക്ക്ലി ഷെഡ്യൂൾ കാണും. വീക്ക്ലി ഷെഡ്യൂളിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. വീക്ക്ലി ഷെഡ്യൂളിൽ നിങ്ങൾക്ക് ഒരാഴ്ച പഠിക്കാൻ, ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ തിങ്കൾ മുതൽ ശനി വരെ പഠിക്കാനുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യും. അതിൽ തിങ്കളാഴ്ച എന്ത് പഠിക്കണം, ചൊവ്വാഴ്ച എന്ത് പഠിക്കണം, ബുധനാഴ്ച എന്ത് പഠിക്കണം, വ്യാഴാഴ്ച എന്ത് പഠിക്കണം എന്നുള്ള ഡെയിലി ഷെഡ്യൂൾസ് കാണും. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അവൈലബിൾ ആയിരിക്കും. PDF സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആയിരിക്കും. ബൈലിംഗ്വൽ ആയിരിക്കും നിങ്ങൾക്ക് നോട്ട്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈവും റെക്കോർഡഡ് ക്ലാസ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ, അപ്പോൾ നിങ്ങൾക്ക് നാളെ രാവിലെ 11 മണിക്ക് ഒരു ലൈവ് ഉണ്ടെന്ന് പറയുകയാണ്. നിങ്ങൾക്കൊരു അടിയന്തര സാഹചര്യം വന്നിട്ട് നിങ്ങൾക്ക് രാവിലെ 11 മണിയുടെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്നാലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ആ ലൈവിൻ്റെ തന്നെ റെക്കോർഡ് ചെയ്ത ക്ലാസ് നിങ്ങൾക്ക് ആപ്പ് ത്രൂ ആക്സസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് PYQ ഡിസ്കഷൻ്റെ സെഷൻസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡെയിലി എക്സാമും ഉണ്ടായിരിക്കും, വീക്ക്ലി എക്സാമും ഉണ്ടായിരിക്കും, മന്ത്ലി എക്സാമും ഉണ്ടായിരിക്കും. എക്സാമിൻ്റെ കാര്യവും ക്ലാസ്സിൻ്റെ കാര്യമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ആപ്പ് ഒന്ന് പരിചയപ്പെട്ടാലോ? നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നമ്മളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ നിങ്ങളുടെ മൊബൈൽ നമ്പറും അത് കഴിഞ്ഞിട്ട് OTP ഒക്കെ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ആദ്യമേ കാണുന്ന ഒരു ഇൻ്റർഫേസ് ഇതായിരിക്കും. അവിടെ മൈ കോഴ്സ് എന്ന് പറയുന്ന ഒരു സെഷൻ കാണും. ഓൾ കോഴ്സ് എന്ന് പറയുന്ന ഒരു സെഷനിലേക്കാണ് നിങ്ങൾ ആദ്യമേ പോകേണ്ടത്. ഓൾ കോഴ്സ് എടുക്കുക. ഓൾ കോഴ്സ് എടുത്തതിന് ശേഷം തൊട്ടടുത്ത പേജിലായിട്ട് നിങ്ങൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചൊക്കെ കാണും. ആ ബാച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഓൾ കോഴ്സിലല്ല വരേണ്ടത്,
മൈ കോഴ്സ് എന്ന് പറയുന്ന സെഷനിൽ വരണം. മൈ കോഴ്സിൽ വരുമ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവും. നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്തു, നിങ്ങളുടെ മൈ കോഴ്സ് എന്ന് പറയുന്ന സെഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ വൈസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നതും ടോപ്പിക്കുകൾ തരുന്നതും നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നതും എല്ലാം നമ്മളൊരു ഡെയിലി ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ടൈം ടേബിൾ നിങ്ങൾക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾ ആപ്പിൽ കയറി നോക്കുമ്പോൾ, ഇത് ഞാനൊരു ആപ്പിൽ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണേ. നമ്മുടെ കമ്പനി ബോർഡ് LGSൻ്റെ ഒരു ബാച്ചുണ്ട്. ആ ബാച്ചിൻ്റെ ടൈം ടേബിളാണ്. അവിടെ ഡേ 45 എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ടൈം ടേബിൾ എന്ന് പറയുന്നൊരു സെഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഡേ വൈസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്, ടോപ്പിക് വൈസ്, ചാറ്റ് ഗ്രൂപ്പ്, ഇത്രയും കാര്യങ്ങൾ കാണാം. പിന്നെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, കറണ്ട് അഫെയർ ഉണ്ട്, മാത്സിൻ്റെ ക്ലാസ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് ഉണ്ട്, ജോഗ്രഫിയുടെ ക്ലാസ് ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഡെയിലി ടൈം ടേബിളിനനുസരിച്ച് ഓരോ ഡേയിലും കാര്യങ്ങളിങ്ങനെ വ്യക്തമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ള ഡേ വൈസ് ഗ്രൂപ്പ്, ടോപ്പിക് വൈസ് ഗ്രൂപ്പ്, ചാറ്റ് ഗ്രൂപ്പ്, ഇതൊക്കെ എന്താണെന്ന് പരിചയപ്പെട്ടാലോ? നിങ്ങൾ ടെലഗ്രാമിൽ മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും ടോപ്പിക് വൈസ് ഗ്രൂപ്പ്, ഡേ വൈസ് ഗ്രൂപ്പ്, ചാറ്റ് ഗ്രൂപ്പൊക്കെ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആപ്ലിക്കേഷനിലും. നമ്മുടെ ആപ്ലിക്കേഷനിലെ ഡേ വൈസ് ഗ്രൂപ്പാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് അവിടെ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്കിപ്പം പെട്ടെന്ന് വന്ന് നിങ്ങളിപ്പോൾ ഡേ 45 നിൽക്കുകയാണ്. ഡേ 45 നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഡേ 1 നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡേ വൈസ് ഗ്രൂപ്പ് എടുത്താൽ മതി. ഡേ വൈസ് ഗ്രൂപ്പിൽ ഡേ 1 നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഡേ 45 അടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം ഡേ 45 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡേ വൈസ് ആയിട്ട് ക്ലാസ്സുകൾ നോക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ സൗകര്യപ്രദമാണ്. ഇനി നിങ്ങൾക്ക് ടോപ്പിക് വൈസ് എന്താണെന്ന് കാണിക്കാം. നമ്മുടെ ആപ്ലിക്കേഷനിൽ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഓരോരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്കൊരു ടോപ്പിക് വൈസ് ഗ്രൂപ്പും അവൈലബിൾ ആണ്. ഇവിടെ നോക്കിയേ, ടോപ്പിക് വൈസ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഇവിടെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, കേരളം ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, കേരളം ജോഗ്രഫി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ട് പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഡേ 45 നിൽക്കുകയാണ്. 45ാമത്തെ ദിവസം നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുകയാണ്, കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ മറന്നുപോയല്ലോ, ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ കുറച്ച് പോയിന്റ്സ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഡേ വൈസിൽ പോയിട്ട് അത് തപ്പിയെടുക്കണ്ട. നിങ്ങൾ ടോപ്പിക് വൈസ് ഗ്രൂപ്പ് എടുക്കുക. ടോപ്പിക് വൈസിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഫോൾഡർ തുറക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ക്ലാസ് എടുത്ത് വെച്ച് കണ്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കാം. അല്ലെങ്കിൽ നോട്ട് എടുത്ത് വെച്ചിട്ട് നോട്ട് വായിച്ച് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമ്മളവിടെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഒരു ടോപ്പിക് വൈസ് ഫോൾഡർ കണ്ടില്ലേ? ആ ടോപ്പിക് വൈസ് ഫോൾഡറിൽ തന്നെ ഡെയിലി എക്സാംസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാൻ തന്ന ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ഡെയിലി എക്സാം എല്ലാ ദിവസവും കണ്ടക്ട് ചെയ്തില്ലേ? ആ ഡെയിലി എക്സാമുകൾ മാത്രം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ ഡെയിലി എക്സാം എന്ന് പറയുന്ന ഫോൾഡർ എടുത്ത് നോക്കിയാൽ മതി. അവിടെ ഡേ 1 എക്സാം, ഡേ 2 എക്സാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡേ 1 എക്സാം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, ഡേ 2 എക്സാം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡേ വൈസ് എന്ന് പറയുന്ന ഫോൾഡർ പോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി എക്സാമുകൾ മാത്രം ചെയ്യണമെങ്കിൽ ടോപ്പിക് വൈസ് ഫോൾഡറിൽ ഡെയിലി എക്സാം എന്ന് പറയുന്ന ആ ഫോൾഡർ മാത്രം എടുത്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് PYQ എക്സാം എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ കാണും. ഡിഗ്രി ലെവലിലെ PYQs നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ PYQ എക്സാം എന്ന് പറയുന്ന ആ ഫോൾഡർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് PYQ മാത്രം ചെയ്ത് നോക്കാം. ഇതിൽ ഡെമോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഡെമോ കാണിച്ചിരിക്കുന്നത് LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണേ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. നമ്മൾ പൂർണ്ണമായിട്ടും ആപ്പിലേക്ക് മാറിയെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും നിങ്ങൾക്കുള്ള ആശങ്കകൾ നിങ്ങൾക്ക് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനും വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആ ടൈം ടേബിൾ, ഡേ വൈസ് ഗ്രൂപ്പ്, ടോപ്പിക് വൈസ് ഗ്രൂപ്പ്, അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ചാറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ കണ്ടില്ലേ? ആ ചാറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ടെലഗ്രാം ഗ്രൂപ്പുകളിലേക്കുള്ള ലിങ്കാണ്. നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് കൂടി അവൈലബിൾ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിലോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അവിടെ അഡ്മിന്മാരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് 24 hours ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് കാര്യം വേണമെങ്കിലും ഏത് സമയത്തും ചോദിക്കാം. ഈ ഗ്രൂപ്പ് ഒരിക്കലും ഒരു സമയത്തും പൂട്ടിയിടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ആശങ്കകൾ, നിങ്ങൾക്കുള്ള പരാതികൾ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടില്ല എന്നുള്ള പരാതികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗ്രൂപ്പിൽ ചോദിക്കാം. നിങ്ങൾക്ക് അവിടുന്ന് പരിഹരിച്ച് തരുന്നതായിരിക്കും. ഇനി നമ്മളുടെ ഫാക്കൽറ്റീസ്, ഡിഗ്രി മെയിൻസിന് ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കൊരു കോമൺ ആയിട്ട് നമ്മളെ വിളിച്ചു ചോദിക്കുന്ന ഡൗട്ടുകളാണ്. നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് 4 ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്സുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആക്ട്സ് വരും, കേരള ഗവേഡൻസ് വരും. ഇനി സിലബസ് പബ്ലിഷ് ചെയ്യുമ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഈ സ്പെഷ്യൽ ടോപ്പിക്സും എടുക്കുന്നത് ഈ 4 ഫാക്കൽറ്റീസ് ആയിരിക്കും. സംജാദ് സാറാണ് ഒന്നാമത്തെ ഫാക്കൽറ്റി, രണ്ടാമത്തെ ഫാക്കൽറ്റി ഹാരിസ് സാറാണ്,
മൂന്നാമത് സിറാജ് സാറാണ്, നാലാമത് അപർണ മിസ്സാണ്. ഇനി നമുക്ക് ഇവർ സ്പെഷ്യൽ ടോപ്പിക്സുകൾ മാത്രമല്ല ഹാൻഡിൽ ചെയ്യുന്നത്, വേറെ സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംജാദ് സാർ അതാണ്ടേ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്കണോമിക്സ് ഹാൻഡിൽ ചെയ്യും, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കും, IT യും പഠിപ്പിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ, IT, എക്കണോമിക്സ്, സ്പെഷ്യൽ ടോപ്പിക്സ്, ഇത്രയും ടോപ്പിക്കുകൾ സംജാദ് സാറ് ഹാൻഡിൽ ചെയ്യും. ഇനി ഹാരിസ് സാർ ആണെങ്കിൽ ഹാരിസ് സാർ ഓൾറെഡി സ്പെഷ്യൽ ടോപ്പിക്സ് ഹാൻഡിൽ ചെയ്യും. ഹാരിസ് സാറിൻ്റെ എക്കണോമിക്സ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളെ എക്കണോമിക്സ് പഠിപ്പിക്കുന്നത് ഹാരിസ് സാർ ആയിരിക്കും. ഹാരിസ് സാർ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിപ്പിക്കാൻ കേപ്പബിളാണ് സാറ്. ഈ ടോപ്പിക്കുകളുടെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് കൂടാതെ ഈ പറഞ്ഞ സബ്ജക്റ്റുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതാണ്. ഇനി സിറാജ് സാർ ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സും എടുക്കും, കോൺസ്റ്റിറ്റ്യൂഷനും എടുക്കും. ഈ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ഫാക്കൽറ്റീസിനെ കൂടി പരിചയപ്പെടാം. നിങ്ങൾക്ക് നന്ദകിഷോർ സാറാണ് കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും പഠിപ്പിക്കുന്നത്. സയൻസിൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കുന്നത് വിദ്യാ മിസ്സാണ്. വേൾഡ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് ജെഫിൻ സാറാണ്. ജോഗ്രഫിയും ബയോളജിയും പഠിപ്പിക്കുന്നത് ജൂമി മിസ്സാണ്. ഇനി മലയാളം പഠിപ്പിക്കുന്നത് ഷിബു സാറാണ്. നേരത്തെ പറഞ്ഞില്ലേ ഇമ്പോർട്ടൻ്റ് ലോ സ്പെഷ്യൽ ടോപ്പിക്സുകളൊക്കെ പഠിപ്പിക്കാൻ അപർണ മിസ് ഉണ്ടെന്ന്. അപർണ മിസ്സാണ് ഇമ്പോർട്ടൻ്റ് ലോ പഠിപ്പിക്കുന്നത്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിപ്പിക്കുന്നത് വിവാഷ് സാറാണ്. IT പഠിപ്പിക്കുന്നത് അഖിൽ സാറാണ്. ഇനി എല്ലാ മത്സര പരീക്ഷയ്ക്കും വളരെ ബുദ്ധിമുട്ടുള്ള 2 സബ്ജക്റ്റുകളാണ്, അതായത് ഉദ്യോഗാർത്ഥികൾ മാർക്ക് നേടാൻ കഷ്ടപ്പെടുന്ന 2 ടോപ്പിക്കുകളാണ് ഇംഗ്ലീഷും മാത്സും. ഇംഗ്ലീഷ് പഠിപ്പിക്കാനും മാത്സ് പഠിപ്പിക്കാനും നിങ്ങൾക്ക് 2 ഫാക്കൽറ്റീസ് വീതമാണുള്ളത്. ഇംഗ്ലീഷിൻ്റെ ലൈവ് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ഹക്കീം സാറാണ്. ഇംഗ്ലീഷിൻ്റെ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ ശ്രുതി മിസ്സിൻ്റേതാണ്. ജോസ് കാപ്പൻ സാറാണ് മാത്സ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിഖിൽ സാറും നിങ്ങളെ മാത്സ് പഠിപ്പിക്കാനായിട്ട് ഉണ്ടാവും. ഇനി നമ്മളുടെ PDF നോട്ട്സിൽ നിങ്ങൾക്ക് SCRT ചാപ്റ്ററിൻ്റെ ഫാക്റ്റുകൾ ഉണ്ടാവും, NCRT ചാപ്റ്ററിൻ്റെ ഫാക്റ്റുകൾ ഉണ്ടാവും, റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകൾ ഉണ്ടാവും, ഗവൺമെൻറ് വെബ്സൈറ്റിനെയും നോട്ടിഫിക്കേഷൻസിനെയും ബേസ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോട്ട് പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾ പ്രത്യേകം SCRT പഠിക്കേണ്ട, പ്രത്യേകം NCRT പഠിക്കേണ്ട, പ്രത്യേകം ഗവൺമെൻറ് വെബ്സൈറ്റുകൾ നിങ്ങൾ നോക്കി നടക്കണ്ട, ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നമ്മൾ തരുന്ന നോട്ട് നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചാൽ മാത്രം മതി. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെ സബ്ജക്റ്റിന് എന്തൊക്കെയാണ് ലൈവ് ക്ലാസ്സുകൾ എന്ന് കൂടെ പറഞ്ഞാലോ. ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വൈസ് ആയിട്ട് ഉണ്ടാവും, സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഉണ്ടാവും, കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും, ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും മാത്സിൻ്റെയും ക്ലാസ്സുകൾ ഉണ്ടാവും, സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഡിഗ്രി മെയിൻസിനെ സംബന്ധിച്ചോളം കറണ്ട് അഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ കറണ്ട് അഫെയർ നിങ്ങൾക്ക് 2 രീതിയിലാണ് തരുന്നത്. മന്ത് വൈസ് ആയിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറഞ്ഞിട്ട് മന്ത് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫെയർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫെയറും അവൈലബിൾ ആയിരിക്കും. അതായത് നോബൽ സമ്മാനം, അല്ലെങ്കിൽ ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധം, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ എന്താണോ ലൈം ലൈറ്റിൽ വാർത്തകളിൽ നിൽക്കുന്ന കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ ടോപ്പിക്കുകൾ, ആ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക് വൈസ് കറണ്ട് അഫെയറും സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മന്ത് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫെയറും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് എക്സാംസ് കിട്ടും എന്നും കൂടി പറയാം. നിങ്ങൾക്ക് ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും, വീക്ക്ലി എക്സാംസ് ഉണ്ടായിരിക്കും, മന്ത്ലി എക്സാംസ് ഉണ്ടായിരിക്കും, അതുപോലെ ടോപ്പിക് വൈസ് ആയിട്ട് എക്സാം ഉണ്ടായിരിക്കും, മോഡൽ എക്സാം ഉണ്ടായിരിക്കും, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് 3 മുതൽ 10 വരെ ഫുൾ ലെങ്ത് മോഡൽ എക്സാംസ്, അതായത് ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് എന്താണോ ആ സിലബസിൽ PSC എങ്ങനെയാണോ പരീക്ഷ ഇടുന്നത് അതുപോലെ 3 മുതൽ 10 ഫുൾ ലെങ്ത് മോഡൽ എക്സാംസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് റിവിഷൻ തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്കിലി റിവിഷനും ഉണ്ടായിരിക്കും, മന്ത്ലി റിവിഷനും ഉണ്ടായിരിക്കും. ഒരാഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഞായറാഴ്ച വീക്കിലി റിവിഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 1 മാസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ മന്ത്ലി റിവിഷൻ എക്സാംസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സപ്പോർട്ട് സിസ്റ്റമായിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കകളോ നിങ്ങളുടെ ടെൻഷൻസ് ഹാൻഡിൽ ചെയ്യാനോ ഒക്കെ ആയിട്ട് നമുക്ക് വീക്കിലി നിങ്ങൾക്ക് ലൈവുകൾ ഉണ്ടായിരിക്കും. മെൻറ്ററിൻ്റെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ലൈവിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനും നിങ്ങൾ മുന്നോട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓരോ ആഴ്ചയും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഈ കോഴ്സിൻ്റെ ഫീസ്, ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള, ഇത്രയും ടോപ്പ് ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ്സുകളുള്ള ഈ കോഴ്സിൻ്റെ ഫീസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് 2499 രൂപയും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചിന് 1999 രൂപയും മാത്രമാണ്. ഇനി ഈ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കോഴ്സ് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ നിങ്ങൾ കോമൺ ആയിട്ട് ഞങ്ങളോട് ചോദിക്കുന്ന കുറച്ച് ഡൗട്ടുകൾ അഡ്രസ്സ് ചെയ്യാം. ഈ ബാച്ച് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ കോമൺ ആയിട്ട് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്നും ചോദിക്കുന്ന കുറച്ച് കോമൺ ഡൗട്ടുകളും അതിന് ഉത്തരങ്ങളും നോക്കാം.
ഈ ബാച്ചിൻ്റെ ഭാഗമായിട്ട് എത്ര ദിവസത്തെ ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യും എന്നാണ് ഉദ്യോഗാർത്ഥികൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ട്. നമ്മൾ ഈ ബാച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് സിലബസ് പബ്ലിഷ് ചെയ്ത് 60 മുതൽ 75 ദിവസത്തിനുള്ളിൽ തന്നെ ഈ സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് സിലബസ് കംപ്ലീഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ഈ ഡെയിലി ടൈം ടേബിൾ 60 മുതൽ 75 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഈ 60നും 75 ദിവസത്തിനും ഇടയ്ക്ക് ഇതിനു മുമ്പ് പരീക്ഷ എത്തുകയാണെങ്കിൽ ഇതിനു മുമ്പ് സിലബസ് തീരുന്ന രീതിയിൽ കോഴ്സ് റീഡിസൈൻ ചെയ്യും. അല്ലെങ്കിൽ 60 മുതൽ 75 ദിവസത്തിനുള്ളിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ബാച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ടോപ്പിക്കുകളെല്ലാം, അതായത് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് 60-70% കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ ഡിഗ്രി മെയിൻസിനുള്ളത്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് പോലെയുള്ള ടോപ്പിക്കുകളെ എല്ലാം കൂടെ എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൻസിന് 60-70% കാര്യങ്ങൾ നമ്മൾ പ്രിലിംസിന് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പൊടിതട്ടി എടുക്കുക എന്നുള്ള ഒരു പരിപാടിയേ ഇവിടെയുള്ളൂ. ഇനി നിങ്ങളുടെ ഒരു കോമൺ ആയിട്ടുള്ള സംശയമാണ്, പ്രിലിംസിന് പഠിച്ച ടോപ്പിക്കുകൾ മെയിൻസിന് പഠിപ്പിക്കില്ലേ എന്ന്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിഗ്രി പ്രിലിംസിന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഡെയിലി ടൈം ടേബിൾ വൈസായിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സും നോട്ട്സുകളുമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അത് ടൈം ടേബിളിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് ഡെയിലി എക്സാമുകളും നമ്മൾ കണ്ടക്ട് ചെയ്യും. അതുകൂടാതെ പുതുതായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ലൈവ് ക്ലാസ്സുകളായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കോമൺ ആയിട്ട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് സയൻസ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ളത്. സയൻസ് ടോപ്പിക്കുകൾ ലഭിക്കും. ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് വിദ്യാമിസ് ആണ്. ബയോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഹാൻഡിൽ ചെയ്യുന്നത് ജൂമി മിസ് ആണ്. ഇത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സുമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സും നോട്ട്സും എക്സാമുമായിട്ട് ഇതിൻ്റെയും സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇനി സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്പെഷ്യൽ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കുമോ? കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്പെഷ്യൽ ടോപ്പിക്സ് കംപ്ലീറ്റ് ആക്കുമോ? നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് 100% നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അവിടെ സ്പെഷ്യൽ ടോപ്പിക്സും ഇൻക്ലൂഡഡ് ആണ്. ഇനി കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ 100% സിലബസും അവിടെ കംപ്ലീറ്റ് ചെയ്യും. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് കേരള ഗവേണൻസോ ഇമ്പോർട്ടൻ്റ് ആക്ട്സോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി നിങ്ങൾ 2 പരീക്ഷയ്ക്കും നിങ്ങൾ ക്വാളിഫൈഡ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ബാച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് എടുക്കുക. എന്നിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ചെറിയ ഫീസിൽ നമ്മൾ ഈ ഓൾറെഡി ബാച്ചിലുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയ ഫീസിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ബാച്ച് ഉണ്ടാവും. ആ ബാച്ചിലും കൂടെ ജോയിൻ ചെയ്യുക. തിരിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് കടക്കുമോ എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് എടുക്കുക. അതിനുശേഷം പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പ്രിലിംസും കടന്നു എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മാത്രം ബാച്ച് ചെറിയ ഫീസിൽ അവൈലബിൾ ആയിരിക്കും. ആ ബാച്ച് കൂടെ എടുത്താൽ മതി. ഇനി നിങ്ങളൊരു കോമൺ ബാച്ചാണ് എടുക്കുന്നത്, നിങ്ങൾ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമേ മറ്റു ബാച്ചുകൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോമൺ ബാച്ച് എടുക്കുക. അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം UA ആണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണ് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ബാച്ച് എടുത്താൽ മതി. ഇനി ഇവിടെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് എടുത്തു, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് മാത്രമേ ക്വാളിഫൈ ആയുള്ളൂ. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചിലേക്ക് ചേഞ്ച് ചെയ്തു തരുന്നതാണ്. റിസൾട്ട് വന്നതിന് ശേഷം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെയും പരീക്ഷ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ LDCയുടെ ബാച്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തരുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടും ഒരു ദിവസം എത്ര ക്ലാസ് കാണും എന്ന് ചോദിക്കുന്നവരോട്, ഒരു ദിവസം മാക്സിമം 4 അല്ലെങ്കിൽ 5 ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മളൊരു മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. ഒരു മെയിൻസിൻ്റെ എക്സാം ക്ലിയർ ചെയ്യാനായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ദിവസം മിനിമം 10 മണിക്കൂറെങ്കിലും പഠിക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ ചുറ്റിനുമുള്ള ആളുകൾ, മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ 10 മണിക്കൂറും 15 മണിക്കൂറും പഠിക്കാൻ റെഡി ആയിട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുമായിട്ടാണ് നമ്മളുടെ കോമ്പറ്റീഷൻ. ഒരു മെയിൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10 മണിക്കൂറെങ്കിലും പഠിക്കാൻ റെഡി ആയിട്ടുള്ളവർ ഉറപ്പായിട്ടും ഈ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ, വിജയം ഉറപ്പ്. ഈ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് കൂടാതെ മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ 2 നമ്പറിൽ ഏതെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മെയിൻസിൻ്റെ പ്രിപ്പറേഷനിൽ കാണാം.